കഴിഞ്ഞ ദിവസം ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയ വാണിജ്യ കപ്പലുകൾക്ക് നേർക്ക് ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് അമേരിക്കയുടെ മറുപടി. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ അമേരിക്ക കനത്ത വ്യോമാക്രമണം നടത്തി. തുടർന്ന് ഇറാൻ ഒരു വലിയ തിരിച്ചടി നടത്തിയതായിട്ടാണ് ഇപ്പോൾ ഇറാന്റെ സൈന്യം അറിയിച്ചിരിക്കുന്നത്. IRGC പറയുന്നത് തങ്ങൾ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേർക്ക് വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇനിയും അമേരിക്ക ആക്രമണം തുടർന്നാൽ അത് അമേരിക്കയുടെ തന്നെ സർവനാശമായിരിക്കുമെന്ന് പറയുന്നു. ഇതിനിടയിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഈ വെടിനിർത്തൽ നിന്ന് പിന്മാറി ഇപ്പോൾ ചെയ്ത കാര്യം, അതായത് ഈ വാണിജ്യ കപ്പലുകൾക്ക് നേർക്ക്, അതായത് ഹോർമുസിലൂടെ കടന്നു പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേർക്ക് നടത്തുന്ന ഈ ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ്. ഏതായാലും പഴയതുപോലെ ഒരു പിന്തുണ ഇക്കാര്യത്തിൽ ഇറാന് ലഭിക്കുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം അതുവഴി കടന്നു പോകുന്ന ഒരു വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിൽ അതുവഴി കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യവുമല്ല. നിലവിൽ തന്നെ ഇപ്പോൾ വലിയ റിസ്ക് എടുത്തുകൊണ്ടാണ് പല രാജ്യങ്ങളും അതുവഴി കപ്പലുകൾ കടത്തിവിടുന്നത്. കാരണം 9 ഇരട്ടി പണമൊക്കെയാണ് കപ്പൽ കമ്പനികൾ ഇപ്പോൾ ഇതുവഴി എണ്ണ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നതും മറ്റും. ന്യൂസ് ഡെസ്ക്.